ട്രെയിനിങ് കഴിഞ്ഞതാ. അവിടെ നിൽക്കാം കേട്ടാ. എന്നെക്കാട്ടി പറഞ്ഞേ. കുട്ടിയെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സെൻറ്ററിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് ഞാൻ. എൻ്റെ പേര് ഡോക്ടർ KG പ്രദീപ്. ഇന്ന് ഡിസംബർ 30 നമ്മുടെ അനിമൽ ഹാൻഡ്ലേഴ്സ് എന്നുള്ള ഒരു ഏകദിന പരിശീലന പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പം തെരുവുനായ്ക്കളുടെ പ്രശ്നം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ABC സെൻ്ററുകളിലെ എല്ലാ ബ്ലോക്ക് അടിസ്ഥാനത്തിലും ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാകും. അതിന് വേണ്ട അനിമൽ ഹാൻഡ്ലേഴ്സിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഈ പരിശീലന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്നത്തെ പരിശീലന പരിപാടിയിൽ എങ്ങനെയാണ് ഒരു അനിമലിനെ ക്യാപ്ചർ ചെയ്യുന്നത്, അതിനെ എങ്ങനെ ഒരു സർജിക്കൽ പ്ലേസിലേക്ക് കൊണ്ടുവരുന്നത്, അതിനെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ അതിന് വേണ്ട പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എങ്ങനെയാണ് നൽകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ട്രെയിനിങ്ങിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇന്ന് ഏകദേശം 30ഓളം പേര് ഇന്ന് ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ സെഷൻ നിലയ്ക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു അനിമലിനെ വളരെ കെയർഫുള്ളായിട്ട് അതിന് മുറിവുകളൊന്നും പറ്റാതെ എങ്ങനെ നമുക്ക് പിടികൂടാം, അതിനുശേഷം അതിനെ ഒരു സർജറിക്കായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ട്രീറ്റ്മെൻറ്റായിട്ടോ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്ന വിധങ്ങളും ഒക്കെയാണ് ഫസ്റ്റ് സെഷൻ നമ്മൾ DVCയിലെ കൊല്ലം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ ഡോക്ടർ സജയ് കുമാറാണ് ആദ്യ സെഷൻ എടുത്തത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അനിമലിനെ എങ്ങനെ ഫീൽഡിൽ പോയി ക്യാപ്ചർ ചെയ്യാം, അതിനുള്ള ക്യാപ്ചർ നെറ്റും പോളും ഒക്കെ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ള വിധമാണ് പിന്നീടുള്ള ട്രെയിനിങ്. അത് ലിബിൻ, സുധീഷ് എന്നീ 2 ഡോഗ് ക്യാച്ചേഴ്സ് ആണ് എൻ്റെ പരിശീലനം നടത്തുന്നത്. ശരിക്കും ഇന്ന് വളരെ താല്പര്യത്തോടുകൂടി വന്ന 30 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ എന്തിനാലും ഇപ്പോൾ എല്ലാവരും ഈ ഒരു മേഖലയിലേക്ക് വരുമെന്ന് അറിയില്ല. എന്നിരുന്നാലും നല്ല 1-2 ആൾക്കാരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ഈ പ്രോഗ്രാമിന് ABC പ്രോഗ്രാം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു 3-4 പേരെ കിട്ടിയാൽ നമുക്ക് വളരെ പ്രയോജനപ്പെടും. മാത്രമല്ല ഇപ്പോൾ പല പഞ്ചായത്തുകളിലും ഇപ്പോൾ റാബിഡ് ഡോഗ് അല്ലെങ്കിൽ തെരുവുനായ്ക്കളുടെ ശല്യം വളരെ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു അപകടകാരിയായ പട്ടിയെ പിടികൂടുന്നതിന്, ഒരാളെ കെട്ടുന്നതിന് വേണ്ടി വരുമ്പോൾ പഞ്ചായത്ത് ജനപ്രതിനിധികളെ അന്വേഷിക്കുന്നത് ഒരു ഡോഗ് കാച്ചറിനെയാണ്. അന്നേരം അങ്ങനെയുള്ളവരെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കൂടി, അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാൻ വേണ്ടി കൂടിയാണ് ഈ പരിശീലന പരിപാടി ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഇപ്പോൾ നമുക്കറിയാം ഈ തെരുവുനായ ശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ റാബിസിൻ്റെ സംഭവങ്ങൾ, ഒട്ടനവധി സംഭവങ്ങൾ ഇപ്പം അനിമൽസിനും ഹ്യൂമൻ കേസുകളും ഇപ്പം വളരെയധികം കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പരിശീലനം വളരെ അനിവാര്യതയാണ്. കൈ അങ്ങ് പോട്ടെ. ചേച്ചി അങ്ങോട്ട് വരട്ടെ, പട്ടി വരട്ടെ ചേച്ചി. ചേച്ചിയുടെ വലത്തൂടെ വരുമ്പോ വെച്ചാൽ എൻ്റെ പേര് ലിബിൻ. ഞാനൊരു ഡോഗ് ട്രെയിനറാണ്. നമ്മൾ ഇപ്പോൾ കൊട്ടിയത്ത് LMTC വെച്ച് ഒരു 40 ഡോഗ് ക്യാച്ചർമാർക്ക് ട്രെയിനിങ് നമ്മൾ കൊടുത്തു. അതിപ്പം തെരുവുനായ വന്ധീകരണത്തിന് മുന്നോടിയായിട്ടുള്ളതാണ്. നമ്മളിപ്പം 38 പേർക്ക് നമ്മൾ ഇന്നത്തെ ദിവസം ട്രെയിനിങ് കൊടുത്തതിൽ അതിൽ നിന്ന് ഒരു 25 പേര് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് കൊല്ലം ജില്ലയ്ക്ക് ഡോഗ് ഹാൻഡ്ലറായിട്ട് വർക്ക് ചെയ്യാൻ വരുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നമ്മുടെ ഇപ്പം ജില്ലയിൽ പല സ്ഥലങ്ങളിലും തെരുവുനായയുടെ ശല്യമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടിപ്പം മിക്കവാറുമുള്ള എല്ലാ സ്ഥലത്തും ABC സെൻ്ററുകൾ നമുക്ക് വരാൻ പോകുന്നു. അന്നേരം അതിന് വേണ്ടി ഡോഗ് ക്യാച്ചർമാരെ ഒരുപാട് വേക്കൻസി ഉണ്ടായിരുന്നു. അന്നേരം ഇപ്പം നമ്മൾ ഫസ്റ്റ് ബാച്ചിന് നമ്മൾ ട്രെയിനിങ് കൊടുത്തതിൽ ലേഡീസും ഒരു 6 പേരോളം ഉണ്ട്,
ജെൻസ് ഒരു 25ഓളം പേരുണ്ട്. നമുക്ക് ഇത്രയും പേർക്ക് നമ്മൾ ഇന്ന് ട്രെയിനിങ് കൊടുത്തു. ഇനി അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആകാനായിട്ട് ഇപ്പോൾ നടക്കുന്ന കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ തെരുവ് നായ വാക്സിനേഷനിൽ അവരെ തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്യാൻ ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്തുവാ ഞാൻ എവിടുന്ന് വന്നേന്നറിയാമോ? ഞാൻ എവിടുന്ന് വന്നേ? വണ്ടിയെല്ലാം നോക്കാം, പരിശോധിക്കാം എവിടെ പോയെന്ന്. ഒന്നുമില്ല, വണ്ടിയിലൊന്നും ഒന്നുമില്ല. എന്തോ ഒരു മണം. അപ്പം ചാടി എല്ലായിടം കയറി നോക്കിയാ? നോക്കി. അച്ഛൻ ആരോ വരുന്നെന്നാ ഞാൻ പറഞ്ഞത്. ആരോ വരുന്നെന്നാ പറഞ്ഞത്. പിന്നെ അത് ആരാണെന്നാണ് നോക്കുന്നത്. അയ്യോ, അത് ചവിട്ടല്ലേ കളെ. അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓ, ചവിട്ടല്ലേ. നമ്മുടെ സർക്കാർ ABC പദ്ധതി ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഡോഗ് കാച്ചേഴ്സിനുള്ള ട്രെയിനിങ് ഇന്ന് കൊട്ടിയത്ത് വെച്ച് നടന്നു. അപ്പോൾ ആ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്തിട്ട് വരികയാണ്. അതുകൊണ്ട് കേട്ടാ, നിങ്ങൾ രണ്ടുപേരും കേൾക്കാനാണ് പറഞ്ഞേ. അപ്പോൾ ഇനി എൻ്റെ അടുത്ത് കളിക്കരുത്. ഞാൻ ഒന്നാം തരം ഡോഗ് കാച്ചറാണ്. അപ്പം അപ്പം ലിയോയെ ഒന്ന് പിടിച്ച് നോക്കിയാലാ. ഞാൻ പോയിട്ട് ഈ ഒരു നെറ്റും വലയൊക്കെ എടുത്തോണ്ട് വരാം. അല്ല, പിന്നെ അതിൻ്റെ കമ്പിയും വലയൊക്കെ എടുത്തോണ്ട് വരാം. എന്താ രണ്ടും ഇവിടെ നിൽക്കുക. രണ്ടും കൂടെ കുസ്തി പിടിക്കല്ലേ. രണ്ടുപേരെ ഞാൻ ക്യാച്ച് ചെയ്യും കേട്ടാ. ക്യാച്ച് ചെയ്യാൻ പോവാ. ലിയോയെ ക്യാച്ച് ചെയ്യാൻ പോവാ. കാണും ഇങ്ങനെ വലയിട്ട് പിടിക്കുക. വലയിൽ കുടുക്കി എടുക്കുക കേട്ടാ. നിന്നെ വലയിൽ കൊടുക്കാൻ പോവാ. വലയെ വിട്ട് പിടിക്കാൻ പോവാ. അതാണ്ടാ വലയിൽ കൊടുക്കാൻ പോവാ നിന്നെ. നിന്റെ അങ്ങനെയാണ്. നിക്കടാ അവിടെ നിക്ക. പിന്നെ വലയിട്ട് പിടിക്കാൻ പോവാ. ഇങ്ങനെ നിന്നെ വലയിട്ട് പിടിക്കാൻ പോവാടാ. വലയിട്ട് പിടിച്ച് പരിശീലിക്കുക. എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ പിടിക്കാൻ. നിന്നെ ആദ്യം പിടിക്കുന്നത് കേട്ടാ. വലയിടാൻ പോവാ. ലിയോ നീ ഇറങ്ങോ. പിടിക്കാം. നിന്നെ എന്നെ പിടിക്കാൻ നീ പറഞ്ഞേ. വലയിട്ട് പിടിക്കാൻ പോവാ. ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കും. ഇവിടെ നിൽക്കണം. ഇവിടെ ആണ് നിൽക്കുന്നത് കേട്ടാ. അവിടെ നിൽക്കണം. ഞാൻ വലയിട്ടുണ്ട്. വലയെ കൊണ്ടുവരിക. വലയിട്ട് പിടിക്കാൻ പോവാ കേട്ടാ. വലയിട്ട് പിടിക്കാൻ പോവാണ്. ലിയോയെ പിടിച്ച് നിന്നെ പിടിച്ചടാ. പിടിച്ച് ലിയോയെ പിടിച്ച് നീ അടുത്ത ലേക്ക് പിടിക്കാൻ പോവാ. ലേക്ക് അവിടെ ഇട്ടാ പിടിക്കുന്നത്. നിക്കടി അവിടെ. ഓടിക്കളഞ്ഞു. ലേക്ക മകള് ഒരു ഇച്ചിരി നേരം അകത്തോട്ട് വെച്ചോ. നമുക്ക് പക്ഷെ പൂപ്പി അവിടെ അല്ല അകത്ത് പൂപ്പി ഒന്ന് ഇറക്കാനാ. പൂപ്പി ഒന്ന് ഇറക്കട്ടെ. വളരെ അനുസരണമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പൂപ്പി ഒന്ന് ഇറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അകത്ത് കയറി പോവാണ്. മുറിക്കകത്ത് കയറിക്കോ. നിന്നെ വലയിട്ട് പിടിക്കാൻ പോവാ. വാങ്ങിച്ചോട്ട്. പിടിക്കാൻ പോവാ. പിടിക്കാനായി പൂപ്പി
ഭൂമി നിന്നെ പിടിക്കാൻ പോവാ. ആ പിടിക്കാൻ പോ. പിടിക്കില്ലേ വലയിട്ട് 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 ഞാൻ പിടിക്കാം. വലയിട്ട് വലയിട്ട് ആ വലയിട്ട് ആ പിടിച്ച 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 ആ പിടിച്ചേ 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 പൂപ്പിയെ പിടിച്ചേ പൂപ്പിയെ പിടിച്ചേ പൂപ്പിയെ പിടിച്ചേ ആ പൂപ്പിയെ പിടിച്ച് ആ അങ്ങനെ നമ്മൾ പൂപ്പിയെ പിടിച്ച് കളിപ്പാട്ട് വേണം. വാ ഇങ്ങോട്ട് വാ. ഇറങ്ങിയോ ഇറങ്ങിയോ എനിക്കെന്നെ പിടിക്കാൻ പോവാന്ന്. ലേക്കാനെ പിടിക്കാൻ പോവാ. ഇറങ്ങി വാ ഇറങ്ങി വാ. അച്ഛൻ ഡോഗ് ട്രെയിനിങ് കഴിഞ്ഞതാ. അവിടെ അവിടെ നിൽക്കണം കേട്ടാ. നിങ്ങളെല്ലാം അവിടെ നിൽക്കണം. ആ ആ നീ നീ എനിക്ക് ഇൻഫർമേഷൻ തരണം പിടിച്ചോളാൻ പറഞ്ഞിട്ട്. ഓക്കെ ആ റെഡി ആ ലേക്ക് ക്യാച്ച് ചെയ്തു പെട്ടെന്ന് നമുക്ക് ആ. ക്യാച്ച്. എന്നെ കാച്ച് ചെയ്യാനല്ലടി പറഞ്ഞേ. എന്നെ കാച്ച് ചെയ്യാനല്ല നിന്നെ ഞാനാ കാച്ച് ചെയ്യുന്നേ. നമുക്ക് തിരിഞ്ഞു പോയി. ആ മാറി മാറി ലേക്ക് അവിടെ ഇരിക്കണം. ലേക്കായിരിക്കണം. ഞാൻ നിന്നെ കാച്ച് ചെയ്യും. ലേക്ക് അവിടെ പോയി ഇരിക്കും. അച്ഛൻ പിടിക്കും. ലേക്ക് അവിടെ ഇരിക്കും. അവിടെ ഇരിക്കേ. അവിടെ ഇരിക്കും. ലേക്ക് അവിടെ ഇരിക്കേ. അവിടെ ഇരുന്നേ. അവിടെ എന്റെ ഇരിക്കും. വലയെല്ലാം കീറിയല്ലേ. ഇനി അച്ഛൻ അച്ഛൻ അച്ഛനാ പിടിക്കുന്നത്. ലേക്ക് അവിടെ ഇരിക്കണം കേട്ടാ. ഞാൻ പറയുമ്പോ അച്ഛൻ ഓടിപ്പോയി പിടിക്കും കേട്ടോ. ആ പറഞ്ഞാൽ മതി. ആ ആ റെഡി ആ ലേക്ക് ആ ക്യാച്ച്. വലയിട്ട് പിടിച്ചു. ഇത് ഇത് ഈ കളി ഞാനില്ല. ഇങ്ങനെ ആയാലും എങ്ങനെ നടക്കുന്നേ. അപ്പം ഇങ്ങനെ പറ്റി നമ്മള് തെരുവിലുള്ളവരെ പിടിക്കാനാണ് പോകുന്നത്. തെരുവിലുള്ളവരിപ്പം നമ്മളെ പിടിച്ചാൽ എന്താ ചെയ്യുന്നത്? ഇവിടെ കൊണ്ടുവാ. ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് പിടിക്കുന്നത്. ഇതുപോലുള്ളവരൊന്നും പിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് പിടിക്കാൻ പറ്റുന്നത് പാവങ്ങൾ, കുറച്ച് പാവങ്ങളുണ്ടാവും റോഡിലൊക്കെ. എന്നാലും പിന്നെ ഒരു പരിധിവരെ നമുക്ക് പിടിച്ച് ഈ ക്യാമ്പിലെത്തിച്ച് വന്ധ്യകരണം ചെയ്യൽ, വാക്സിനേഷൻ, ഇങ്ങനെയുള്ള പരിപാടികളാണ് നടക്കുന്നത്. അതിന് പിന്നെ ബാക്കിയുള്ള ആളുകളും കൂടെ ഇതിൻ്റെ ഒപ്പം, അതായത് ഈ പ്രോഗ്രാമിനോട് സഹകരിക്കണം. കാര്യം പലയിടത്തും ഉള്ള ഒരു വിഷയം പിടിച്ചുകൊണ്ട് പോകുന്നതിന് കുഴപ്പമില്ല, തിരിച്ച് അവിടെ കൊണ്ട് വിടാൻ ആരും സമ്മതിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള വിഷയമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയോട് എല്ലാവരും സഹകരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ശരി, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.